കുട്ടികളെ വിലയിരുത്താൻ വഴികളുണ്ടോ? ആദ്യമേ പറയട്ടെ, കുട്ടിയെ വിലയിരുത്തുക എന്നാൽ മുഖ്യമായും കുട്ടിയെ മനസ്സിലാക്കുക എന്നതാണ്. ഒരു വർഷം മുഴുവൻ പഠിച്ചവ ഒരു പരീക്ഷ പേപ്പറിൽ അളന്ന് വിധി പറയുന്ന വളരെ പ്രശ്നം പിടിച്ച രീതിയാണ് നമുക്ക് പരിചയം, അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്തി വിലയിരുത്തുന്ന രീതി. കുട്ടിയെ മനസ്സിലാക്കാൻ നാം എന്താണ് ചെയ്യുക? മാർക്ക് നോക്കും, ഗ്രേഡ് പരിശോധിക്കും, വിജയങ്ങൾ അളന്നു നോക്കും. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്, രീതി. ഇത് മാത്രം പോരാ. കുട്ടിയെ മനസ്സിലാക്കാൻ ആർക്കാണ് താല്പര്യം? ആരാണ് ശ്രമിക്കുന്നത്? അതിനെന്തൊക്കെയാണ് രീതികൾ പിന്തുടരുന്നത്? കുട്ടിയുടെ പെരുമാറ്റങ്ങൾ, താല്പര്യം, പഠനം, കളി എല്ലാം ശ്രദ്ധിക്കണം. ഇവ രേഖപ്പെടുത്തണം. ചിൽഡ്രൻ ആർ അവർ മോസ്റ്റ് വാല്യുവബിൾ റിസോഴ്സ്. കുട്ടിയെ മനസ്സിലാക്കുക എന്നത് കളിയും സന്തോഷവും ആനന്ദവും നിറഞ്ഞ അനുഭവമാകണം മാതാപിതാക്കൾക്ക്. ഓരോ കുട്ടിയെയും കണ്ടെത്താനുള്ള അന്വേഷണമാകണം ഇത്. മാതാപിതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഈ മേഖലയിൽ അവർക്ക് വ്യക്തതയില്ല എന്ന് മനസ്സിലാകുന്നു. കുട്ടികളുടെ ആകാംക്ഷ, കളിക്കിടയിലെ പെരുമാറ്റം, സംസാരം, പഠനരീതി, ബന്ധങ്ങളും സൗഹൃദങ്ങളും മനസ്സിലാക്കാൻ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും അവയെപ്പറ്റി പഠിക്കുകയും വേണം. കുട്ടിയെ മനസ്സിലാക്കൽ നിസ്സാരമാണെന്ന് വിചാരിക്കരുത്. കുട്ടികളുടെ പെരുമാറ്റവും പഠന താല്പര്യവും മാർക്കും വികസനത്തിൻ്റെ നാഴികക്കല്ലുകൾ പിന്നിട്ട രീതിയും, ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ്, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ശ്രദ്ധിക്കുമ്പോൾ വ്യക്തിയെയാണ് മനസ്സിലാക്കേണ്ടത്, താരതമ്യമല്ല. ഓരോ കുട്ടിയുടെയും പ്രത്യേകത മനസ്സിലാക്കണം. കുഞ്ഞിൻ്റെ വളർച്ച ഏറെ സ്വപ്നം കാണുന്നവർ കുഞ്ഞിനെ മനസ്സിലാക്കാൻ കുട്ടി വെളിപ്പെടുത്തുന്നവ എഴുതി വച്ച് ശാസ്ത്രീയമായ സഹായം തേടണം. അധ്യാപകർ, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് എന്നിവരുമായി ചർച്ച ചെയ്യണം. അങ്ങനെ കുട്ടി എന്ന അത്ഭുതത്തെ നമുക്ക് മനസ്സിലാക്കാനാകട്ടെ.